പുൽക്കൂടില്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷം അല്ലേ? ഈശോ ജനിച്ചത് ബെത്ലഹേമിലാണ്. ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി 1223 അസീസിക്കടുത്ത് ഗ്രേച്ചിയോ എന്ന മലയിലാണ് ആദ്യമായി പുൽക്കൂടുണ്ടാക്കിയത്. ക്രിസ്തുമസിന് 2 ആഴ്ചയ്ക്ക് മുൻപ് ഫ്രാൻസിസ് കർഷകനും ഭക്തനുമായ ജോണിനോടാണ് ക്രിസ്തുമസ് രാത്രിയിൽ ഈശോ പശുക്കളുടെയും കഴുതകളുടെയും ഇടയിൽ വിശ്രമിച്ചതുപോലുള്ള ഒരു ദൃശ്യം നമുക്ക് ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ജോൺ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു. ഫ്രാൻസിസ്കൻ സഹോദരങ്ങൾ ഈ പുൽക്കൂടുണ്ടാക്കുന്നതിന് ഒത്തുചേർന്ന് പ്രയത്നിച്ചു. ജീവനുള്ള കഴുതകളെയും ആടുകളെയും കാളകളെയും കൊണ്ടുവന്ന് ഒരു തൊഴുത്തൊരുക്കി. ചുറ്റുപാടുമുള്ള ആളുകൾ ദീപങ്ങളും പന്തങ്ങളും കൊണ്ടുവന്നു. ഗ്രേച്ചിയോ ദീപപ്രഭയിൽ മുങ്ങിയ ഒരു ബെത്ലഹേമായി ആ രാത്രിയിൽ മാറുകയായിരുന്നു. അങ്ങനെ ആദ്യത്തെ പുൽക്കൂട് ഒരുങ്ങി. അന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ ഫ്രാൻസിസ് ക്രിസ്തുമസിന്റെ സന്ദേശം പങ്കുവച്ചു. മൃഗങ്ങൾക്കും പക്ഷികൾക്കും കൂടുതൽ ഭക്ഷണം കൊടുക്കുവാൻ നിർദ്ദേശിക്കുകയും ക്രിസ്തുമസ് ആശംസിക്കുകയും ചെയ്തു. ഈ ക്രിസ്തുമസ് ദിനങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ മറ്റുള്ളവർക്ക് ഇടം നൽകുന്ന നല്ല പുൽക്കൂടുകളാക്കി നമുക്ക് മാറ്റാം. നിങ്ങൾ റെഡിയല്ലേ?